ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ കുറേ പരിപാടികളുണ്ടായിരുന്നു. പോയി ഫുഡൊക്കെ കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചും പോയി ഫുഡ് കഴിച്ചു. നമ്മുടെ നെയ്ബറിൻ്റെ അവിടെ നിന്ന് അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫുൾ സ്വിങ്ങിൽ നിന്ന് റൂമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നാളെ രാവിലെ എണീറ്റ് നമ്മൾ വീട് പാല് കാച്ചാൻ പോവാണ്. പാല് കാച്ചെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര സംഭവമൊന്നും കാണത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1 വീക്കായി, അല്ല ഒരു 4 ഡേയ്സായി. ഇത്രയും ഡേയ്സ് വരെയും നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് മുന്നേ സ്റ്റേ ചെയ്തിരുന്ന ആ റൂമിലായിരുന്നു. പക്ഷെ അത് വന്നിട്ട് കുറച്ച് കുഞ്ഞു റൂമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നിട്ട് ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ് ആ റൂമിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നാളെ വരാമെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിത് ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുമ്മാ വന്ന് കയറാൻ പാടില്ലല്ലോ. സോ എന്തായാലും അത് ഒരു പാല് കാഴ്ച പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വേറെ ആൾക്കാരൊന്നുമില്ല. നമ്മുടെ പാരൻസൊക്കെ അവൈലബിൾ ആയിരിക്കും ആ സമയത്തൊന്നും അറിയത്തില്ല. ബിക്കോസ് നമ്മൾ 2 ടൈം സോണിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു പാല് കാഴ്ച പോലെ സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അൽഷവി എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. ബട്ട് ഇങ്ങനെയൊക്കെയല്ലേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മാത്രം ഞാൻ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഓൺ പ്രോസസ്സാണ്, ഒന്നും കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടൊന്നുമില്ല. എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച് ഇട്ടേക്കാണ്. ഒന്നും ആയിട്ടില്ല ഗൈസ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി കുറച്ച് ഡേയ്സ് ആയിട്ട് നമുക്ക് ഉറക്കം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞാൻ ആക്ച്വലി ഒരു 3 മണിക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. എന്നിട്ട് രാവിലെ എനിക്ക് വന്നിട്ട് ഉറക്കം ആക്ച്വലി ഒരു 6 മണി കഴിയുമ്പോൾ അങ്ങനെ ഉറക്കം വരലില്ല. ഞാനൊരു 6 അല്ലെങ്കിൽ ഒരു 7 ആകുമ്പോഴത്തേക്കും എണീക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു 3 hours സ്ലീപ്പ് ഉള്ളത്. ബിക്കോസ് ഫുൾ ടൈം നമ്മൾ ഇത് സെറ്റ് ചെയ്യാമെന്ന് പറയുന്ന കാര്യത്തിലാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ടുമോറോ വിൽ ബി എ വെരി സ്പെഷ്യൽ ഡേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഇവിടെ കാണുന്ന തിങ്സ് എല്ലാം പുതിയത് മേടിച്ചതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആക്ച്വലി ഉണ്ടായിരുന്ന തിങ്സൊക്കെ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടോട്ടാക്കി ആ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എല്ലാം ഒന്നും പുതിയതായിട്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, വന്ന് കയറിയതല്ലേ ഉള്ളൂ. സോ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, നല്ല രീതിയിൽ ഇത് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഗൈസ് അങ്ങനെ ആക്ച്വലി ഇന്ന് രാവിലെ ആയി. ഇന്ന് പാല് കാച്ചാൻ വേണ്ടി പോകാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ സമയം വന്നിട്ട് 5 മണി കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര തണുപ്പാണ് ശരിക്കും. അപ്പോൾ ഈ സമയത്ത് രാവിലെ എണീറ്റ് റെഡിയായി പോകാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, എണീറ്റ് കുറേ നേരം കഷ്ടപ്പെട്ട് എണീറ്റ് പിന്നെ അങ്ങനെ റെഡിയൊക്കെ ആയി. പിന്നെ അത് നന്നായിട്ട് റെഡി ആണെന്നും പറ്റില്ല. ബിക്കോസ് കുറേ തിങ്സും മേലെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ പാല് കാച്ചാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് മേലെ പോകാനായിട്ട്. അതൊക്കെ എടുത്ത് വെക്കണം. മേലെ കയറിയിട്ട് എല്ലാവരെയും വീഡിയോ കോൾ ചെയ്യണം. എന്നിട്ട് വേണം വീട്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടുത്തെ ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞാൽ 8 ഡിഗ്രിയാണ്. ശരിക്കും ഞാൻ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു AC ആരെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഞാൻ വെക്കാൻ സമ്മതിക്കില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര തണുക്കും. പിന്നെ അല്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ വെച്ചാൽ തന്നെ ഒരു 21 വെച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഞാനാണിപ്പോൾ 8 ഡിഗ്രി, 5 ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞ് -ഡിഗ്രി, അങ്ങനെ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ടു ഹാർഡ്. ഇവിടെ എനിക്ക് ആകെ പ്രോബ്ലം ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് തന്നെ ആയിരിക്കും.
മിൽക്ക് ആക്ച്വലി ഫുള്ള് കളയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല. അതിന് മുന്നേ തന്നെ ഞാനത് ക്ലോസ് ചെയ്തു. ചിലർ അങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് ഒരു ഐശ്വര്യമായിട്ടൊക്കെ പറയലുണ്ട്, പക്ഷേ എനിക്കത് അറിയില്ല ശരിക്കും അങ്ങനെ ഉണ്ടോ എന്ന കാര്യം. എനിക്ക് ആക്ച്വലി അതൊരു വേസ്റ്റേജ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. എനിക്ക് ശരിക്കും അത് ഓവർഫ്ലോ ചെയ്യുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, അത് വെറുതെ ഒരു വേസ്റ്റേജ് പോലെയല്ലേ. അങ്ങനെ ഒരു വേസ്റ്റേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു എൻ്റെത്. ഇതൊരു എന്താ പറയുക, എല്ലാവർക്കും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ലേ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഒരു വീട്ടിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രെയറൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ അല്ല എൻ്റർ ചെയ്യുന്നത്. നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ല എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് ഓവർഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നെസസിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് എനിക്കറിയില്ല, എല്ലാവർക്കും ഓരോരുത്തരുടെ രീതി ആയിരിക്കുമല്ലേ. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന കാര്യത്തിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമുക്ക് ഹാപ്പിനെസ് തരുന്ന രീതിയിൽ എന്ത് ചെയ്താലും അത് ഓക്കെ തന്നെ ആയിരിക്കും. ചുമ്മാ നമ്മൾ എന്താ പറയുക, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭയങ്കര അടിപൊളിയാക്കിയിട്ട് പക്ഷെ നമ്മൾ ഹാപ്പി അല്ലാത്തൊരു മൈൻഡ് സെറ്റിലിരുന്ന് കൊണ്ട് ചെയ്തിട്ട് ഒന്നിനും ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്താണ് മാറ്റർ ചെയ്യുന്നത് അതിനെ ഫോക്കസ് ചെയ്താൽ മതി എന്നതാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. ആക്ച്വലി നമ്മൾ കയറി കഴിഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ച് എന്നിട്ട് പാല് കാച്ചി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനിപ്പോൾ എൻ്റെ ഹോം ടൂർ കാണിച്ചു തരാം. ഇനി ഈ പാല് കാച്ചി കഴിഞ്ഞിട്ട് ഒന്ന് യാസീൻ ഓതണം. അപ്പോൾ യാസീനും കൂടെ ഓതി കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക, ഒരു ഹോം ടൂർ ചെയ്യാം. ശ്രീലേക്ക് ഹോൾഡ് ചെയ്യുക ഗൈസ്. ഇനി അകത്തോട്ട് കയറണം. ലൈക്ക് ഇവിടെ അതേ നേരം നിൽക്കാൻ പറ്റില്ല. അകത്ത് നിന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണിക്കത്തില്ല. ബിക്കോസ് എൻ്റെ മൈൻഡിൽ ലൈക്ക് ഇത് പതിയെ എന്തായാലും നിങ്ങൾ എൻ്റെ വ്ലോഗിൽ ഇവിടെ എൻ്റെ വീട് കാണുമല്ലോ. സോ അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഹോൾ റൂം. ഇത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഹീറ്റർ. ഇത് വെച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര കോൾഡാണ് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഒരു ബെഡ്റൂം. പിന്നെ ഇത് വാഷ്റൂം. ഇത് വളരെ കുഞ്ഞ് സ്പേസാണ്. ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇത് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യെങ്കിലും ബട്ട് ഇത് വളരെ ഒരു കുഞ്ഞ് സ്പേസാണ് കേട്ടോ. ആക്ച്വലി ഒരു ന്യൂ ഹോം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് ഫീലിംഗ് അല്ലേ. ലൈക്ക് എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. ഞാൻ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കാത്തത് ശരിക്കും ഇൻറ്റൻഷണലാണ് എന്ന് തന്നെ വിചാരിച്ചാൽ മതി. ബിക്കോസ് ഇനിയും ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുമല്ലോ ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇപ്പം തന്നെ എല്ലാം ഫസ്റ്റ് കാണല്ലോ, അപ്പം തന്നെ എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ. ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ലൈക്ക് താഴെ നിന്ന് എല്ലാ കാര്യങ്ങളും മേലെടുത്ത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നതായിരുന്നു. അത് കുറച്ച് പാടായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമുക്ക് കുറേ പേരുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കൊണ്ടിട്ട് കുറച്ച് സ്മൂത്തായിട്ട് പോയി എന്നാണെങ്കിൽ പറയാം. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പാല് കാച്ചി വെച്ചു, നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അത് തനിയെ തന്നെ മിക്കവാറും ഒരു 5-10 മിനിറ്റ് വെളിയിൽ വയ്ക്കുമ്പോൾ തനിയെ തണുത്തോളും. അത്രയ്ക്ക് കോൾഡാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണ്. ലൈക്ക് ഭയങ്കര കോൾഡാണ് ശരിക്കും ഈ പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് ഫുഡ് വെളിയിൽ, അതുകൊണ്ട് തന്നെ അധികം ഫുഡ് അങ്ങനെ കേടാവത്തുമില്ല ഇവിടെ. മിക്കതും നമ്മളിങ്ങനെ ഒരു ഫ്രിഡ്ജിലിരിക്കുന്ന ഫീൽ തന്നെ ആയിരിക്കുമല്ലോ, ഫ്രിഡ്ജിലിരിക്കുന്ന ഫീൽ തന്നെ ആയിരിക്കുമല്ലോ ഫുഡിന് ഇവിടെ കിട്ടുക. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എവിടെയും ഫാനില്ല. ലൈക്ക് ഫാനിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ബിക്കോസ് അത്ര തണുപ്പാണല്ലോ. പിന്നെ ചില വീടുകളിൽ ഫാൻസ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് വന്നിട്ട് എനിക്ക് സമ്മർ ടൈമിനൊക്കെ യൂസ് ആവുന്ന രീതിയിൽ. പക്ഷേ അവരും പറയുന്നത് സമ്മർ ആണെങ്കിൽ പോലും ഇവിടെ ചൂടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു കോൾഡ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് തന്നെ ആയിരിക്കും. ഇത്രയും ടെമ്പറേച്ചർ താഴെ പോകത്തില്ലായിരിക്കും, പക്ഷെ എന്നാലും ഒരു കോൾഡ് കൈൻഡ് ഓഫ് ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്റർ എനിക്ക് മേടിച്ച് തന്ന പില്ലോ ആണ്. സോ അതെൻ്റെ സിസ്റ്ററിൻ്റെ മെമ്മറിക്കായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഈവൻ ദിസ് വൺ, ഇതും എൻ്റെ സിസ്റ്റർ മേടിച്ചതാണ്. സോ ദിസ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ. ഇതൊക്കെയാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലുക്ക്. ഇനിയിപ്പോൾ നമ്മളിനി പതുക്കെ പോയി പാലൊക്കെ കുടിച്ച് അങ്ങനെ ഇനി അടുത്ത് തിരിച്ച് താഴോട്ട് പോകാൻ പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തോടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.